എന്ന കഥ കേട്ടാലോ? ശിവഭഗവാനും ഭാര്യ പാർവതി ദേവിയും തമ്മിൽ ഭയങ്കര പ്രണയത്തിലായിരുന്നു. അവർ വിവാഹം കഴിക്കുകയും ചെയ്തു. എന്നാൽ ഒരു ദിവസം ശിവഭഗവാന് ഭയങ്കര സംശയം. ഇത്രയും സുന്ദരിയായിട്ടുള്ള തൻ്റെ ഭാര്യയ്ക്ക് തന്നോട് ശരിക്കും ഇഷ്ടമുണ്ടായിരിക്കുമോ? താനാണെങ്കിൽ വസ്ത്രമൊന്നും ധരിക്കാത്ത, കാട്ടിൽ ജീവിക്കുന്ന, പാമ്പിനെയൊക്കെ കഴുത്തിലിട്ട് നടക്കുന്ന ഒരു വ്യക്തിയാണ്. തന്നെപ്പോലൊരാളെ ശരിക്കും ദേവിക്ക് ഇഷ്ടമുണ്ടാവുമോ? ഇതൊന്നും അറിയണമല്ലോ എന്ന് വിചാരിച്ചിട്ട് നമ്മുടെ ശിവഭഗവാൻ വേഷം മാറിയിട്ട് ദേവിയുടെ അടുത്തേക്ക് പോവുകയാണ്. ദേവിയുടെ അടുത്ത് പോയിട്ട് ശിവഭഗവാനെ പറ്റിയിട്ട് മൊത്തം കുറ്റമൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ്. എന്തിനാണ് നിങ്ങൾ ഇങ്ങനത്തെ ആളെയൊക്കെ കല്യാണം കഴിച്ചേ? നിങ്ങൾക്ക് എത്രയോ നല്ല ആൾക്കാരെ കിട്ടുമായിരുന്നില്ലേ എന്നൊക്കെ പറയുവാണ് ദേവിയോട്. ദേവിക്കാണെങ്കിൽ ഭയങ്കര ദേഷ്യം വരുവാണ്. അങ്ങനെ ദേവി ശപിക്കാൻ വേണ്ടി നിൽക്കുവാണ്. ശിവഭഗവാൻ പെട്ടെന്ന് തന്നെ തൻ്റെ സ്വയം രൂപത്തിലേക്ക് മാറും. ദേവിയോടുണ്ടായ കാര്യം പറയും. ദേവിക്കാണെങ്കിൽ ഭയങ്കര ദേഷ്യം വന്നിട്ട് നിൽക്കുവാണ്. ദേവിക്ക് എന്ത് വേണമെങ്കിലും നാം ചെയ്തു തരാം, നമ്മോട് എന്ത് വേണമെങ്കിലും ദേവിക്ക് ചോദിക്കാമെന്ന് പറയും. തൻ്റെ സൗന്ദര്യം എപ്പോഴും നിലനിർത്താൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഫലം തനിക്ക് വേണമെന്ന് പറയും. ആ ഫലമാണ് മലയാപ്പ്.